ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയുന്നത് ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 27 നാളുകൾക്ക് സംഭവിക്കുന്ന രാശിമാറ്റം വളരെ ചെറുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ തുറന്നുകൊണ്ട് പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിലും ബെൽ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ നിന്നും ഓൾ എന്ന് വരുന്ന ഒരു ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സുഹൃത്തുക്കൾക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് എന്തും ചെയ്യാനായിട്ടൊരു മനസ്സ് ഈ ചോതി നക്ഷത്രക്കാർക്കുണ്ട്. സുഹൃത്തുക്കൾക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്തും ചെയ്യും, എന്ത് ത്യാഗം സഹിച്ചിട്ടാണ് എന്ത് ചെയ്യും, അങ്ങനൊരു പ്രവണത ഈ നാളുകാർക്കുണ്ട്. ഈ സ്വഭാവം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ശ്രമിക്കരുത്. സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഈ 2025 ഒട്ടും ശ്രമിക്കരുത്. അങ്ങനെ വന്നാൽ വലിയ ബാധ്യതകളിലേക്ക് നിങ്ങൾ പോകുമെന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബാധ്യതയിലേക്ക് പോകുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ മടിയോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന എന്ത് കാര്യമാണെങ്കിലും സ്വയം ഏറ്റെടുത്ത് ചെയ്ത് അങ്ങനത്തെ ഒരു സ്വഭാവവും ഈ നാളുകാർക്കുണ്ട്. സ്വയം അത് ഏറ്റെടുത്ത് ചെയ്യുന്നൊരു സ്വഭാവവും ഈ നാളുകാർക്കുണ്ട്. പിന്നൊരു കാര്യം വെച്ചാൽ ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് 2025. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും, അതായത് എന്തെങ്കിലും ചെയ്യുന്നതിന് പുതിയ പുതിയ ഐഡിയകൾ ഈ ചോതി നക്ഷത്രക്കാർക്ക് മനസ്സിൽ പെട്ടെന്ന് വരും. അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ട്. അങ്ങനെ വരുന്ന ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ഈ ഒരു വർഷം. പുതിയ പുതിയ ആശയങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും പുതിയ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആശയം മനസ്സിൽ വന്നാൽ അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നത് ഈ 2025 നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യമായിക്കോട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പലരും പലതും പറയും. പൊതുജനം പലവിധമല്ലേ. അപ്പോൾ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ കുറച്ചൊക്കെ ക്ലേശങ്ങളുണ്ടായിരുന്നൊരു സമയമായിരുന്നുവെങ്കിൽ അതൊക്കെ ചെറുതായി ദൂരീകരിക്കുന്ന, ചെറുതാക്കുന്ന ആ ക്ലേശങ്ങളൊക്കെ കുറേശ്ശെ മാറി വരുന്നൊരു വർഷമാണ് 2025. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഉരസലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം വിശ്വാസത്തോടു കൂടി വാക്ക് തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തർക്കമുള്ളിടത്ത്, വഴക്കും ബഹളമൊക്കെ ഉള്ളിടത്ത്, അതുപോലെ ജാമ്യം നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അതൊക്കെ വേണ്ട. അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലത്. എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പരസ്പരം വിശ്വാസത്തോടു കൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകുക വീട്ടിൽ, കുടുംബത്തിൽ. അപ്പോൾ ചെറിയ കാര്യങ്ങളായിട്ട് പറയാൻ ഇതൊക്കെയാണുള്ളത്. വലിയ വീഡിയോ പുറകെ ഉണ്ടാകും, പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.